പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികൾക്ക് വിവിധങ്ങളായ വരുമാന സ്രോതസ്സുകളുണ്ടായിരുന്നു. അവർക്ക് കൃഷി ഉണ്ടായിരുന്നു, പശു വളർത്തലുണ്ടായിരുന്നു, അങ്ങനെ നിരവധിയായ വരുമാന മാർഗങ്ങൾ. പക്ഷേ ഇപ്പോൾ അതെല്ലാം നിലച്ചിരിക്കുകയാണ്. കാരണം പുലിപ്പേടിയും ആനപ്പേടിയുമാണ്. ഒന്നാം ബ്ലോക്കിലുള്ള കാർത്തമ്മാമയുടെ 3 കിടാങ്ങളെയാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് പുലി പിടിച്ചു കൊണ്ടുപോയത്. 3 എണ്ണത്തിന് തന്നെയല്ലേ? എവിടെ വെച്ചേക്കാ? ഈ കശ്മാവിലിട്ട് പറഞ്ഞ മിറ്റത്ത് വെച്ചത്. ഇപ്പൊ അത് കാരണം ഈ കിടാങ്ങളുടെയും അതുപോലെ തന്നെ ഈ പശുക്കളുടെ വളർത്തൽ എങ്ങനെയാ? കുറച്ചോ വിറ്റോ? കുറച്ചൊക്കെ വിറ്റു. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയാ അവസ്ഥ? ബുദ്ധിമുട്ടാണ്, പൈസ ഇല്ല. ഇതിന്റെ എന്തെങ്കിലും സഹായമൊക്കെ കിട്ടാനുണ്ടോ? നമുക്ക് ഒന്നും കിട്ടിയില്ല ഇതുവരെ. അപ്പൊ അത് ശരിക്കും ബുദ്ധിമുട്ടാവില്ലേ? നമ്മൾ ഇത്രയും നോക്കി വളർത്തിയിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് തരാണ്ട് പിന്നെ നമുക്ക് തല്ലി മേടിക്കാൻ പറ്റും. പ്ലാന്റേഷൻ 1-ാം ബ്ലോക്കിലുള്ള നളിനി ചേച്ചിയാണ്. നളിനി ചേച്ചിയുടെ ഒരുപാട് പശുക്കളെ കൊണ്ടുപോയിട്ടുണ്ട് പുലി. ചേച്ചിയുടെ എത്ര പശുവിനെ കൊണ്ടുപോയിട്ടുണ്ട്? ഒരു 5-8 അധികം കൊണ്ടുപോയിട്ടുണ്ട്. ഈ പശു വളർത്തലുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായോ? അങ്ങനെയായി. ഇപ്പൊ വരുമാന മാർഗം ഇല്ലാണ്ടായി തുടങ്ങി. പുലി മാത്രമല്ല, ആനയുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. പ്ലാന്റേഷനിലൂടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് അവിടെ ഇപ്പോൾ 2 ആന വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ ഈ എണ്ണപ്പനകളൊക്കെ കുത്തിമറിച്ചിട്ട് അത് തിന്നുന്നതും ഈ കാട്ടാനകളുടെ ഇവിടുത്തെ ഒരു സ്ഥിരം ശൈലിയാണ്. അങ്ങനെ ഒരുപാട് എണ്ണപ്പനകളാണ് ഇവിടെ കുത്തിമറിച്ചിട്ടിട്ടുള്ളത്. ഇപ്പടുത്ത് കൃഷി വല്ലതും പോയോ? ഇപ്പൊ അടുത്തൊന്നുമില്ല. വാഴ വെട്ടി കളഞ്ഞ് ഇവിടെ നശിപ്പിച്ച കാരണം കൊണ്ട് കൃഷി നിർത്തി. വാഴ കൃഷി നിർത്തി. നമ്മുടെ വെക്കിനരിയും വെച്ച കഞ്ഞും ഇതൊക്കെ കൈയിട്ട് വാരി തിന്ന് തൂളി കളഞ്ഞു കൊടുക്കണം. മുണ്ട് വരെ കയറി കളയാണ് കൊണ്ടുമാറ്റം വെച്ചിട്ടിരിക്കണം. അങ്ങനെ എന്നാൽ പിന്നെ നമ്മൾ കിടക്കണല്ലേ, ജീവിക്കേണ്ട. നമുക്ക് മാസത്തേക്ക് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാറുണ്ട്. അപ്പോൾ അലമാരി ഒന്നും അങ്ങനെ വലിയ അടച്ചുറപ്പുള്ളതില്ല. പക്ഷെ ഒക്കെ വലിച്ചു വാരി ഈ പെരയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇതുമാതിരിയാണ് പകോട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് എല്ലാവരും തവിടുകൂടി ആക്കിയിട്ട് ഞാൻ ചെന്നപ്പോൾ എന്നിട്ട് പറയാം ഫാനടക്കം തകർത്ത് തരിപ്പണാക്കി. ഈ മരുന്ന് ഇട്ടിങ്ങനെ ഇതുണ്ടല്ലോ അതുവരെ പിച്ചി പറിച്ച് എല്ലാ ഗുളികളൊക്കെ ഇട്ട് വലിച്ചു വീക്കണം. എല്ലാവരും നശിപ്പിച്ചു. 1 മാസത്തേക്കുള്ള എല്ലാ സംഗതികളും നശിപ്പിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണം പ്ലാന്റേഷൻ മേഖലയിലെ ജനതയുടെ ജീവിതം ആകെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് പെട്ടെന്നൊരു മോചനം അവർ പ്രതീക്ഷിക്കുന്നുമില്ല. വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടി അവർ ജീവിതം തുടരുന്നു. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.